ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ. സോ ഞങ്ങൾ ഇന്ന് കയാക്കിങ്ങിന് പോവാണ്. ഇതിപ്പോൾ സെപ്റ്റംബർ 9th വെതറൊക്കെ മാറി തുടങ്ങി. ഫോർഡിലേക്കുള്ള ഒരു പ്രവേശനമാണിപ്പോൾ. അപ്പോൾ എന്തായാലും സമ്മർ കഴിയാൻ പോവാണ്. അപ്പോൾ വൺ മോർ ടൈം ഞങ്ങൾ കയാക്കിങ്ങിന് പോവാണ്. ഞങ്ങളുടെ കയ്യിലൊരു എയർബോട്ട് ഉണ്ട്. ഇവിടെ 1 hour ഡ്രൈവ് ഉണ്ട് ഞങ്ങൾക്ക്. ഒരു ഐലറ്റ് ലേക്ക് എന്നാണ് ലേക്കിൻ്റെ പേര്. അപ്പോൾ അവിടെ പോയി കയാക്കിങ് ചെയ്യാനുള്ള പ്ലാനാണ്. ഞങ്ങളുടെ കയ്യിലുള്ളത് ഒരു എയർബോട്ടാണ്. $200 ഞങ്ങൾ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അത് ഇപ്പോൾ കൊണ്ടുപോകാനും ഈസിയാണ്. നമുക്ക് ഇപ്പോൾ ട്രക്കൊന്നും വേണ്ട. അതുപോലെ തന്നെ റൂഫ് റാക്സിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് കൊണ്ടുപോകാൻ. ഇത് ഡീഫ്ലൈറ്റ് ചെയ്ത് വെച്ചേക്കാണ്. കാറിൽ കയറ്റുക, ട്രങ്കിലിടുക, ഓൾ ദ വേ ടു ദ ലേക്ക് കയാക്കിങ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഓൺ അവർ വേ ടു ഐലറ്റ് ലേക്ക്. ഈ ലേക്ക് എന്ന് പറഞ്ഞാൽ അത്ര എന്താ പറയുക, അത്ര ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ല. അത് വളരെ ശാന്തമായിട്ടുള്ള സ്ഥലം. ചിലപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇന്ന് അവിടെ. വി ആർ അറ്റ് ഐലറ്റ് ലേക്ക്. ഞങ്ങളിവിടെ എത്തിയേക്കാണ്. ഇന്ന് മൺഡേ ആണ്. അതുകൊണ്ട് ഇവിടെ ആരുമില്ല. ദ പാർക്കിംഗ് ലോട്ടൊക്കെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ലേക്കിൽ. ഇന്ന് വേറെ ആരും ഇല്ല. അപ്പോൾ ഞങ്ങൾ മാത്രമായിരിക്കും ഇന്ന് കയാക്കിങ് ഇവിടെ ചെയ്യുന്നുണ്ടാവുക. എന്തായാലും പോയി നോക്കാം. ഓക്കെ, അപ്പം ഞങ്ങൾ ഇനി ബോട്ട് ഞങ്ങൾക്ക് എയർ അടിക്കണം. കുറച്ച് പ്രിപ്പറേഷൻസ്. അപ്പം ഇനി ഞങ്ങൾ എയർ ബോട്ടിൽ എയർ അടിക്കാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ സേഫ്റ്റി ഗിയർസൊക്കെ ഇട്ടു, ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഇനി ബോട്ടായിട്ട് ഞങ്ങൾ അതായിട്ട് പോവാണ്. നമ്മുടെ ഹെൽപ്പർ ഇവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ബോട്ടായിട്ട് പോവാണ്. ഇനി ലേക്കിൽ കൊണ്ടുപോയി ഇടുക. ദെൻ വി ക്യാൻ എൻജോയ് ദ കയാക്കിങ്. തണുപ്പായി കഴിഞ്ഞതൊന്നും പറ്റില്ലേ. മാക്സിമം എൻജോയ് ചെയ്യും നമ്മൾ. അത് നമ്മളെല്ലാവരും ഇങ്ങനെ ആക്ടിവിറ്റീസ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്താ പറയുക, ലൈഫ് കുറച്ചുകൂടിയൊക്കെ ഒന്ന് ബെറ്റർ ആവുക. നമ്മൾ ഫുൾ ടൈം പണി എന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമൊന്നുമില്ല. നമ്മൾ കുറച്ച് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുക. ഞങ്ങൾ ഓൾറെഡി ഇവിടെ മുന്നേ വന്നതാണ് 1 time. അപ്പോൾ ഒന്നും കൂടി വരണത് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ബോട്ട് അപ്ഗ്രേഡ് ചെയ്യണമെന്നൊരു തോട്ടുണ്ട്. പക്ഷേ ബഡ്ജറ്റ് ആയി കഴിഞ്ഞാൽ ഞാനൊരു സ്പീഡ് ബോട്ട് എടുക്കും. അപ്പോൾ കുറച്ചും കൂടി. പിന്നെ ഈ കയാക്കിങ് കുറച്ച് മാനുവൽ പവർ വേണം നമുക്ക്. ഫൈനലി ഞങ്ങളങ്ങനെ ലേക്കിലേക്ക് എത്തി. കയാക്കിങ് ചെയ്യാണ്. നമ്മൾ ജസ്റ്റ് ഇറങ്ങിയുള്ളൂ. ആരുമില്ല ലേക്കിൽ, ഞങ്ങൾ മാത്രം. ഓക്കെ, അങ്ങനെ തുഴഞ്ഞു. നേരെ വിടുക. ഈ വേവ്സ് ഉണ്ടാകുമ്പോൾ നല്ല രസമുണ്ട്. നല്ല ഒരു വെറൈറ്റി വൈബ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. ഇവിടെ അധികം ആൾക്കാർക്ക് അറിയില്ല ഇങ്ങനെ ഒരു ലേക്കിൻ്റെ കാര്യമൊന്നും. അപ്പം ഞാനിങ്ങനെ വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെ കിട്ടിയതാണ് ഈ ലൊക്കേഷൻ. അപ്പോൾ അതിൽ റിവ്യൂ പറഞ്ഞേക്കണത് വളരെ ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്, കയാക്കിങ്ങിന് പറ്റിയ ഒരു ലൊക്കേഷനാണെന്നാണ് പറയണത്. ഇതിന് വേറൊരു ഏരിയ ഉണ്ട്, നോർത്ത് സസ്കച്വാൻ റിവർ. അപ്പോൾ അവിടെ ഭയങ്കര ക്രൗഡഡാണ്. അപ്പോൾ നമ്മൾ ഈ കയാക്കിംഗ് ഒക്കെ ഒന്ന് ചെയ്ത് പഠിച്ചിട്ട് അവിടേക്ക് പോകാനാണ്. ഇത് ബെയർ കൺട്രി എന്നാണ് ഇത് പറയണത്, ഈ ഐലറ്റ് ലേക്കിനെ. അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ബെയറൊക്കെ ഉണ്ടാവുമായിരിക്കാം.
എനിക്കറിയില്ല, എന്തായാലും ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ പോകണില്ല. ഇതവിടെ ആൽഗ ഉണ്ട്. ഇത് വിൻ്ററിൽ ഈ ലൈക്കൊക്കെ ഫ്രോസൺ ആവും. പിന്നെ നമുക്ക് ഇവിടെ നടക്കാം, സ്കേറ്റിംഗ് അറിയാണെങ്കിൽ അത് ചെയ്യാം, അതിനൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നൈസ് സണ്ണി ഡേ. ഇന്ന് ബ്യൂട്ടിഫുൾ ഡേ ആണ്. കുറച്ച് വിൻഡി ഉണ്ട്, ചെറിയൊരു തണുപ്പുണ്ട്. എൻ്റെ കണ്ണിലേക്ക് നട്ടില്ല. ഹലോ ഗൈസ്, അങ്ങനെ ഫൈനലി ഞങ്ങൾ ബോട്ടിങ് കഴിഞ്ഞ് സേഫായിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല തിരണ്ടായിരുന്നു കേട്ടോ. ഒരു ടൈമിൽ വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നു. ഐ റിയലി അപ്രിഷിയേറ്റ് ദിസ് യങ് ലേഡീസ് ഹാർഡ് വർക്ക്. Otherwise we won't get here. How was your experience? Very adventurous. സത്യം പറഞ്ഞ് പേടിച്ചു. അങ്ങനെ ഇന്നത്തെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്ര അങ്ങനെ അവസാനിച്ചു. എന്തായാലും വർത്ത് ഇറ്റ്.